എവരിവൺ, എല്ലാ ടീച്ചർമാർക്കും മാഷുമാർക്കും സൈലം PSCയിലേക്ക് സൈലം ടീച്ചിങ്ങിലേക്ക് സ്വാഗതം. PSC പരീക്ഷയിലെ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ എക്സാം ഇതേ തൊട്ടടുത്ത് വന്നു നിൽക്കുകയാണ്. എല്ലാവരും പഠനമൊക്കെ ഒരുവിധം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റിവിഷന് ഹെൽപ്ഫുൾ ആകുന്ന ഒരു പിടി ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 6ലുള്ള കുറച്ച് ഭാഗങ്ങളാണ്, അതായത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന് വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യം എടുക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിനാണ് ഇൻട്രാമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടിങ് സാധ്യമാകുന്നത്? ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഓർത്തോനൈട്രോഫിനോൾ, പാരാനൈട്രോഫിനോൾ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി മെറ്റാനൈട്രോഫിനോൾ, ഓപ്ഷൻ ഡി പാരാബ്രോമോഫിനോൾ. നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് സ്ട്രോങ് ബോണ്ട്, വീക്ക് ബോണ്ട് എന്നിങ്ങനെ കെമിക്കൽ ബോണ്ടിന് രണ്ടായി തരംതിരിക്കുകയാണെങ്കിൽ വീക്ക് ബോണ്ടിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഹൈഡ്രജൻ ബോണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ട് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം: ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും. സാധാരണയായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പറയുന്നത് ഒരു ആറ്റത്തിന് അല്ലെ, ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ഒരു ആറ്റവുമായിട്ട് രാസബന്ധനത്തിൽ ഏർപ്പെട്ട, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പെടുന്നതാണ് FON ഒക്കെ. ക്ലോറിനും ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലെ ഫ്ലൂറിന് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. മൂന്നാമത്തെ ആൾ നമുക്കറിയാം ഓഫ് കോഴ്സ് ക്ലോറിനാണ്. പക്ഷേ ക്ലോറിൻ്റെ വലിപ്പം കാരണം ഇത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാറില്ല. ഇവരൊക്കെ ഹൈഡ്രജനുമായിട്ട് രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇവരുടെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം കാരണം ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോണിനെ തൻ്റെ ഭാഗത്തേക്ക് ഇത്തിരി വലിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് മുകളിൽ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും ഉണ്ടാകുന്നു. അങ്ങനെ മറ്റു ഒരു ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ഒരു ആറ്റത്തിനെ കാണുകയാണെങ്കിൽ അയാളുടെ അടുത്ത് ഇലക്ട്രോൺ ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഹൈഡ്രജൻ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലെ ഒരു തന്മാത്രയിലെ ഹൈഡ്രജൻ മറ്റൊരു തന്മാത്രയിലെ ഹൈഡ്രജനുമായിട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്കിൽ അതിനെ നമ്മൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് വിളിക്കുക. ഒരൊറ്റ തന്മാത്രയിലെ തന്നെ ഹൈഡ്രജൻ അതേ തന്മാത്രയിലെ തന്നെ മറ്റൊരു ഇലക്ട്രോ നെഗറ്റീവായ ആറ്റവുമായി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഇൻട്രാമോളിക്കുലാർ എന്ന് പറയാം. ഇവിടെ ഇൻട്രാമോളിക്കുലാർ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ എ ആണ്, ഓർത്തോ നൈട്രോ ഫിനോൾ. നമുക്കറിയാം ഫിനോളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഫിനോൾ ഇത് ബെൻസീൻ, ഇവിടെ OH വന്നാൽ അത് ഫിനോളായി. ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ നൈട്രോ അല്ലെ, N ഡബിൾ ബോണ്ട് OO. ഇവിടെ ഓക്സിജനും ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ഹൈഡ്രജനും ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ഓക്സിജനും ഇടയിൽ ഒരു ചെറിയ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നു. ഇത് ഹൈഡ്രജൻ ബോണ്ടിന് കാരണമാകുന്നു. അപ്പോൾ ഉത്തരം വരുന്നത് ഓർത്തോ നൈട്രോ ഫിനോൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ HSA പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയടാ. XeF2 എന്ന സംയുക്തത്തിൽ ക്സിനോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കുറച്ച് വലിയൊരു ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും എക്സാമിന് ചോദ്യങ്ങൾ വളരെയധികം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. നന്നായിട്ട് പഠിക്കുക. ഹൈബ്രിഡൈസേഷനിൽ ഇവിടെ XeF2 എന്ന് പറയുന്ന സംയുക്തത്തിൽ ക്സിനോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊരു സംയുക്തവും നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിലെ ഹൈബ്രിഡൈസേഷൻ അറിയണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഒന്നാമത്തത്, അതിൽ എത്ര സിഗ്മ ബന്ധനമുണ്ട്. അപ്പോൾ സിഗ്മ ബന്ധനത്തിൻ്റെ എണ്ണം അത് എത്ര എണ്ണമുണ്ട് എന്ന് നമ്മൾ നോക്കണം. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം അതിലെത്ര ലോൺ പെയറുകളുണ്ട്. ലോൺ പെയർ. അപ്പോൾ സിഗ്മ ബന്ധനത്തിൻ്റെ എണ്ണവും ലോൺ പെയറുകളുടെ എണ്ണവും നമ്മൾ പരിഗണിക്കണം. സിനോൺ ഡൈഫ്ലൂറൈഡ് XeF2. നമുക്കറിയാം സിനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യതമശലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസിലെ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ. XeF2 ആണ്. അപ്പോൾ ഒരു ഫ്ലൂറിന് ഒരു ഇലക്ട്രോണിനെ കൊണ്ടുപോയി എന്ന് കരുതുക, ഒരു ഫ്ലൂറിന് ഒരു ഇലക്ട്രോണിനെ കൊണ്ടുപോയി എന്ന് കരുതുക. എന്നാലും 1 2 3 എത്ര ലോൺ പെയറുകൾ വന്നു? 3 ലോൺ പെയറുകൾ. എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? 1 2 സിഗ്മ ബോണ്ടുകൾ. അപ്പം നമുക്ക് ടോട്ടൽ എത്ര എണ്ണം കിട്ടി? 2 + 3 5.
5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ എണ്ണാവുന്നതാണ്. SP1 P2 P3 D. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ത് വരും? SP3D. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് സംയുക്ത തന്നു കഴിഞ്ഞാലും അതിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര ലോൺ പെയറുകൾ ഉണ്ട് എന്ന് നോക്കുക, അതിൻ്റെ ടോട്ടൽ എണ്ണം എടുക്കുക, എസ് മുതൽ അങ്ങ് എണ്ണുക. എസ്സിലെ ഒരു ഓർബിറ്റലാണ്, പിയിൽ 3 ഓർബിറ്റലാണ്, ഡിയിലുള്ള ഓർബിറ്റലുകൾ കൂടി അങ്ങനെ എണ്ണിയാൽ മതി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. 3ാമത്തെ ക്വസ്റ്റ്യൻ. H2O ബോണ്ട് കോണുകൾ ഇവയാണ്. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെയൊക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്, അതെന്തായാലും പഠിക്കുക. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, അതിലെ ഇലക്ട്രോണുകളുടെ ഘടന വരുന്നത് ചതുർക്കമാകൃതിയാണ്, ടെട്രാഹെഡ്രൽ ആകൃതിയാണ്. ഓക്കെ, അപ്പോൾ ടെട്രാഹെഡ്രൽ ആകൃതിയാകുമ്പോൾ അതിൻ്റെ ആംഗിൾ, ബോണ്ട് ആംഗിൾ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? 109.5, 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരിക്കും ഒരു ഒരു ടെട്രാഹെഡ്രൽ ആകൃതിയുള്ള ഒരു തന്മാത്രയിലെ ബോണ്ട് ആംഗിൾ വരുന്നത്. ഓക്കെ, അങ്ങനെ ടെട്രാഹെഡ്രൽ ആകൃതി വരുന്നത്, പക്ഷേ ഹൈഡ്രജനിലെ കേസ് പരിഗണിക്കുമ്പം ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഹൈഡ്രജനിലല്ല, ജലത്തിലെ കേസുകൾ. ജലത്തിൻ്റെ കേസ് പരിഗണിക്കുമ്പോൾ വരുന്നത് ഇതിന് 2 ലോൺ പെയറുകളുണ്ട് എന്നാണ്. അപ്പോൾ ചതുർക്കം എന്ന് പറയുന്ന ആകൃതിയാണ് വരുന്നത് എങ്കിൽ 109.5 ഡിഗ്രി അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ്. എന്നാൽ 2 ലോൺ പെയറുകൾ കാരണം ആ 2 ലോൺ പെയറുകൾ ഓക്സിജനെ തള്ളി തള്ളി നീക്കുന്നു, ഒതുക്കുന്നു. അപ്പോൾ അതിൻ്റെ ആകൃതി എന്തു വരും? വിരൂപ ചതുർക്കം എന്ന് വരും. വിരൂപ ചതുർക്കം ആകൃതി വരുന്നത് 104.5, 104 ഡിഗ്രിയാണ് വരുന്നത്, 104.5. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഉത്തരം എന്ത് പറയാം? 109 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും വരുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് നീങ്ങാണ്. 4ാമത്തെ ചോദ്യം. കോസൽ ലൂയിസ് സമീപനം. നമ്മൾ ആദ്യം കെമിക്കൽ ബോണ്ടിങ് പഠിക്കുമ്പോൾ തുടക്കത്തിൽ പഠിക്കുന്നതാണ് കോസൽ ലൂയിസ് സമീപനം. കോസൽ ലൂയിസ് സമീപനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആകുമ്പോൾ ഇവർക്ക് സ്ഥിരത കൈവരിക്കുന്നു. ദേ നോക്കൂ, നോബിൾ ഗ്യാസസിന്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ തികഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവർ സ്ഥിരമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേ രീതിയിൽ 8 തികയ്ക്കാൻ വേണ്ടിയിട്ട് രാസബന്ധനത്തിൽ ഏർപ്പെടാം. അതിന് ഇലക്ട്രോണുകൾ കൊടുക്കാം, ഇലക്ട്രോണുകൾ വാങ്ങാം, ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കാം. അപ്പോൾ നോബിൾ ഗ്യാസസിന്റെ, അതായത് അലസവാതകങ്ങളുടെ നിഷ്ക്രിയത്വം അടിസ്ഥാനമാക്കിയിട്ടാണ് കോസൽ ലൂയിസ് സമീപനം വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി പറയുന്നവയിൽ ഏതാണ് ത്രികോണീയ തലം? ട്രൈഗണൽ പ്ലാനാർ ആകൃതിയിൽ വരുന്നത് ഏതാണ്? ത്രികോണീയ തലം. ട്രൈഗണൽ പ്ലാനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, അതായത് 3 എണ്ണം ആയിരിക്കും അല്ലേ ട്രൈഗണൽ പ്ലാനാർ എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് NO3- ആണ്. NO3- ട്രൈഗണൽ പ്ലാനാർ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു തന്മാത്രയിലെ ഒരു കൂട്ടം ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാറ്റത്തിലെ ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർബിറ്റൽ എന്ന് വിളിക്കും. ഒരാറ്റത്തിൽ ഇലക്ട്രോണുകളെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ് ഓർബിറ്റൽ. എന്നാൽ ഒരു തന്മാത്ര എന്ന് പറയുമ്പോഴോ, ഒരാറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉള്ളൂ, ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണാൻ ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ഏരിയയാണ് ഓർബിറ്റൽ. ഒരു തന്മാത്ര പരിഗണിക്കുമ്പോൾ 2 ന്യൂക്ലിയസോ 3 ന്യൂക്ലിയസോ വരാം. അതായത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകളുടെ ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലത്തെ സൂചിപ്പിക്കുന്നത് തന്മാത്ര ഓർബിറ്റലാണ്. ഓക്കെ, ആറ്റമാകുമ്പോൾ ഒറ്റ ന്യൂക്ലിയസേ ഉള്ളൂ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നോക്കിയ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് PSCക്ക് വന്നിട്ടുള്ള ചോദ്യമാണ് ഇത്. അതായത് PCl3 എന്ന് പറയുന്ന ഒരു സംയുക്തം PCl5 ആയി മാറുകയാണ്. ഈ PCl3 PCl5 ആയി മാറുമ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡൈസേഷനിൽ വരുന്ന വ്യത്യാസം എന്താണ്? PCl3 PCl5 ആയി വരുമ്പോൾ വരുന്ന ഹൈബ്രിഡൈസേഷനിൽ വരുന്ന വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ആറ്റം വരയ്ക്കുന്നു ഫോസ്ഫറസ് PCl5. ഫോസ്ഫറസ്, നൈട്രജൻ, ഫോസ്ഫറസ് ഇവരെല്ലാം 5ാം ഗ്രൂപ്പാണ്, 15ാം ഗ്രൂപ്പാണ്. ബാഹ്യ തമശലിൽ 5 ഇലക്ട്രോൺസ്. സോ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 5 ഇലക്ട്രോൺസ് ആരുമായിട്ട് വരുന്നു? ക്ലോറിനുമായിട്ട് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു. ഓക്കെ, എന്നാൽ ആദ്യം എന്തായിരുന്നു? PCl3 ആണ് അല്ലേ? PCl3 5 ഇലക്ട്രോണുകൾ ഉണ്ട് ചുറ്റും. ക്ലോറിൻ 1 2 3. ഓക്കെ, 3 ക്ലോറിൻ 3 ഇലക്ട്രോണിനെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഒരു ലോൺ പെയർ. ഹൈബ്രിഡൈസേഷൻ നോക്കേണ്ട സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? എത്ര ലോൺ പെയർ ഉണ്ട്, എത്ര സിഗ്മ ബോണ്ടുകളുണ്ട്. sp3യുടെ ആദ്യം നോക്കാം. 1 ഒരു ലോൺ പെയർ, 2 3 4 അല്ലേ? 3 സിഗ്മ ബോണ്ടുകൾ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം കിട്ടി? 4 എണ്ണം. sp1 p2 p3. ഹൈബ്രിഡൈസേഷൻ sp3 എന്ന് വരും. എന്നാൽ അത് PCl5 ആവുമ്പോഴോ 5 സിഗ്മ ബോണ്ടുകൾ. sp1 p2 p3 d. ഹൈബ്രിഡൈസേഷൻ എന്തായി മാറി? sp3d ആയി മാറി. സോ sp3യിൽ നിന്ന് sp3d ആയി മാറുന്നു. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈബ്രിഡൈസേഷൻ ഓഫ് C1 C2 C3 കാർബൺ ആറ്റംസ് ഇൻ പ്രൊപ്പീൻ മോളിക്യൂൾ. പ്രൊപ്പീൻ ഓർഗാനിക് സംയുക്തങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ. പ്രൊപ്പീനിലേക്ക് പോകാം. പ്രൊപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കെമിക്കൽ ഫോർമുല വരുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് പ്രൊപ്പീൻ. പ്രൊപ്പീൻ നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേരിട്ട് കൊടുക്കുമ്പോൾ C1 ഡബിൾ ബോണ്ടിന് ഏറ്റവും ചുരുങ്ങിയ നമ്പർ വരണം. ഇത് C2, ഇത് C3. C1ന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഏത് വരും? sp ഹൈബ്രിഡൈസേഷൻ. C2 ആണെങ്കിലും sp ഹൈബ്രിഡൈസേഷൻ ഡബിൾ ബോണ്ട്. എന്നാൽ CH3 മൂന്നാമത്തെ കാർബണിലാണെങ്കിലോ ഇവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2 ഇവിടെ sp3. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ 1 2 3 C1 C2 C3 ആണ്. അപ്പോൾ sp2 sp3 എന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9. Which of the following molecule has net dipole moment 0? ഡൈപോൾ മൊമെന്റ്, നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയി വരുന്നത് ഇതിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. HF, BF3, H2O, CH, Cl3. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വിധ്രുവ ആഘൂർണം എന്നൊരു പക്ഷെ മലയാളത്തിൽ ചോദിക്കാം. ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? പൊളാരിറ്റി വരുമ്പോഴാണ്. പൊളാരിറ്റി വരുന്ന സമയത്ത് ഒരാൾ ഇലക്ട്രോണിനെ കൂടുതൽ വലിക്കുന്നു, ഒരാളെ കയ്യിൽ നിന്ന് ആ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അതിൻ്റെ പ്രസൻസ് നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഡൈപോൾ മൊമെന്റ് വളരെ അധികമാണ്, അല്ലെങ്കിൽ ഒരു പോളാർ സംയുക്തമാണ് ജലം. ഇതിന് ഡൈപോൾ മൊമെന്റ് ഒരിക്കലും നമുക്ക് 0 പറയാനാവില്ല. HF പോളാർ മൊമെന്റ് നമുക്ക് 0 ആവാൻ പറ്റില്ല. എന്നാൽ CH Cl3 ആണെങ്കിലോ 4 ഭാഗത്തും, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സാമ്പിൾ എടുത്തു നോക്കാം. കാർബൺ ഒരു ഭാഗത്ത് ഓക്സിജൻ, മറ്റൊരു ഭാഗത്ത് ഓക്സിജൻ. ഇങ്ങോട്ടേക്ക് ഓക്സിജൻ ഇലക്ട്രോണിനെ വലിക്കുമ്പോൾ അതുപോലെ ഇങ്ങോട്ടും വരുന്നു. അപ്പോൾ അവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായി വരുന്നു? 0 ആയി വരുന്നു. അപ്പൊ അതുപോലെ വരില്ല CH Cl3യുടെ കേസ് ആണെങ്കിൽ ഇല്ലേ, നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 വരണം. CH Cl3 3 ക്ലോറിൻ. ഈ 3 ക്ലോറിനും വലിക്കുന്നതിനെ ചെറുക്കാൻ എന്താവില്ല? Hന് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും നമുക്ക് നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 വരില്ല. പിന്നെ ഇവിടെ വരുന്നത് ഏതാണ്? BF3 ആണ്. BF3 ഇതാണ് BF3യുടെ ഘടന. നമ്മൾ നോക്കുകയാണെങ്കിൽ ബോറോണും ചുറ്റും 3 ഫ്ലൂറിൻ ആറ്റവും. ഇവിടെ ഒരു ഫ്ലൂറിൻ ഇലക്ട്രോണിനെ താഴേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫ്ലൂറിൻ ഇലക്ട്രോണിനെ താഴേക്ക് വലിക്കുകയാണെങ്കിൽ അതിനെ തുല്യമായി ഇവർ 2 പേരും വലിക്കുന്നതിൻ്റെ റിസൾട്ടൻ്റ് മ്യൂ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് ഇവിടെ =0 ആണ്. നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 വരുന്നത് BF3ക്കാണ്.
ഓക്കെ, നമുക്ക് 10ാമതൊരു ചോദ്യം നോക്കാം. കോവാലന്റ് സ്വഭാവത്തിന്റെ ശരിയായി വർദ്ധിച്ചു വരുന്ന ക്രമം. കൊവാലന്റ് ക്യാരക്ടർ, അയോണിക സംയുക്തത്തിനുള്ളിൽ കൊവാലന്റ് ക്യാരക്ടർ ഉണ്ടാകുന്നു. അത് നമുക്ക് ഫാജൻസ് എന്ന് പറയുന്ന ഫയാൻസ് എന്ന് പറയുന്ന ആളിൽ നിന്നാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഓരോ റൂൾസ് നമുക്ക് പറഞ്ഞു തന്നത്. എത്രത്തോളമായിരിക്കാം ഇവരുടെ കൊവാലന്റ് ക്യാരക്ടർ കൂടുന്നത്. സഹസംയോജക സ്വഭാവം കൂടുന്നത്, വർദ്ധിച്ചു വരുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം. കാറ്റയോണിന്റെ കേസും ആനയോണിന്റെ കേസും എടുക്കുകയാണെങ്കിൽ, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ചാർജ്ഡ് ആണ്. ആനയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ്ഡ് ആണ്. കാറ്റയോണിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് കോവാലന്റ് ക്യാരക്ടർ സഹസംയോജക സ്വഭാവം കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കാം. കാറ്റയോണിന്റെ ചാർജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സഹസംയോജക സ്വഭാവവും വർദ്ധിക്കുന്നു. എന്നാൽ ആനയോണുകളുടെ കേസിൽ ആനയോണുകളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ പോളറൈസബിലിറ്റി കൂടുകയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? കോവാലന്റ് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുന്നത്. ഒരാൾ ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനോ ഒരാൾക്ക് കൂടുതൽ വലിക്കാനോ പറ്റിയാൽ കോവാലന്റ് ക്യാരക്ടർ വന്നു. ചാർജ് രണ്ടുപേർക്കും തുല്യമാണ്. പിന്നെ ഒരു കാര്യം, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുള്ള ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ തന്ന സംയുക്തങ്ങളിൽ നമ്മൾ ആരെ പരിഗണിക്കണം? ആനയോണുകളെല്ലാം ക്ലോറിനാണ്, അവരെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് കാറ്റയോണുകളാണ്. NaMgACl. ഇവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ചാർജ് നോക്കാം. NAയുടെ ചാർജ് +1, Mg 2+ ആയിരിക്കും, Al 3+ ആണ്. അപ്പോൾ ഇവരുടെ ചാർജ് വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? Alനാണ് ഏറ്റവും കൂടുതൽ സഹസംയോജക സ്വഭാവം ഉണ്ടായിരിക്കുക, പിന്നെ Mgക്കായിരിക്കും, പിന്നെ NAക്കായിരിക്കും. ഈ ഒരു ഓർഡറിൽ നമുക്ക് സംയുക്തം ലഭിക്കുന്നത് ഇവിടെ എവിടെയാണ്? ഓപ്ഷൻ A ആണ്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന രാസബന്ധനം എന്ന് പറയുന്ന ഏരിയയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഈ വീഡിയോയിൽ തന്നത്. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. നന്നായിട്ട് പഠിക്കുക, തുടർച്ച നഷ്ടപ്പെടുത്താതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഇനിയുമുള്ള സമയം ഒട്ടും വൈകിയിട്ടില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞു പോയ സമയം അയ്യോ അത് ഞാൻ ഉപയോഗിച്ചില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പകരം ഏറ്റവും കൂടുതൽ നമ്മൾ വേണ്ടത് ഇനിയുള്ള സമയം എങ്ങനെ ഫ്രൂട്ട്ഫുള്ളായിട്ട് മാക്സിമം ഉപയോഗിക്കാം എന്നാണ്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. Thank you.